കിറ്റ് ചെയ്ത് പോയ സമയത്ത് ഭയങ്കരമായ പ്രശ്നമുണ്ടായ സമയത്ത് ഇതേ കാര്യം ശോഭ ചെയ്തതാണ്. ശോഭ ചെയ്ത സമയത്ത് ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നലത്തെ പ്രൊമോയിൽ സിബിൻ പുറത്തായെന്നുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ശരിക്കും സിബിൻ നിലവിൽ പുറത്തായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിബിന് വീട്ടുകാരുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നും സിബിന് അത്യാവശ്യം ഓക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. കാര്യം ഇന്നലത്തെ ഇഷ്യൂസ് തന്നെ നിങ്ങൾ കണ്ടു കാണും. സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒരാഴ്ചയും കൂടെ നോക്കാം, ജനങ്ങൾ നിർത്തുവാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പെട്ടെന്ന് ഇന്നലത്തെ പ്രൊമോയ്ക്കകത്ത് കാണിച്ചത്. അതായത് ഇന്ന് നടക്കാൻ പോകുന്ന കാര്യം എനിക്ക് ഹെൽപ്പ് വേണം എന്ന് പറയുന്നു. കർക്കശ റൂമിൽ പോകുന്നു, പിന്നെ കണ്ണ് കെട്ടിയിട്ട് പുറത്ത് കൊണ്ടുപോകുന്നു. സാധാരണ നമ്മൾ ഷോ ക്യൂട്ട് ചെയ്യുമ്പം ഉള്ള ഒരു സംഭവമാണ് അത്. പക്ഷെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വല്ല ഹോസ്പിറ്റലിലോ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലായിരിക്കും, അങ്ങനെയാണ് പോയതായിരിക്കാം. അല്ലെങ്കിൽ ക്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു 1% ചാൻസ് മാത്രമേ ഉള്ളൂ ക്യൂട്ട് ചെയ്യാനായിട്ട്. കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ മണിക്കുട്ടന്റെ സീസൺ, അതായത് മണിക്കുട്ടൻ സീസൺ 3 ഇതുപോലെ ഇങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ചു കയറി വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു കേസിലും സിബിന്റെ അങ്ങനെ ആവാനാണ് ചാൻസ്. ഇപ്പൊ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് പ്രകാരം സിബിൻ നിലവിൽ പുറത്തായിട്ടില്ല. അത് മാത്രമല്ല സിബിൻ വീട്ടുകാരോടൊക്കെ സംസാരിക്കാൻ ചാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഓക്കെ ആയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു പക്ഷേ ഇതിനകത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സിബിന്റെ പുറത്തുള്ളൊരു സപ്പോർട്ടിനെ പറ്റി വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ സിബിൻ തിരിച്ച് കയറാനായിട്ട് ചാൻസ് ഉണ്ട്. കാര്യം ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ എന്താണ് തീർന്നിരിക്കുവാണ്. ഈ ഒരു ഷോയ്ക്കകത്ത് നിൽക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു. കാര്യം ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് നമ്മൾ കണ്ടതാണ് ഇത്രത്തോളം മാനസികമായിട്ട് തളർന്നു എന്ന്. അപ്പം ഈ ഒരു വിഷയത്തിലൊന്നും സത്യം പറഞ്ഞ് ഇത്രയും ചീത്ത വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഖിൽ മാരാറും ശോഭയുടെ അടുത്തൊക്കെ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് ശോഭ മാരാറിന്റെ അടുത്ത് ഇതുപോലെ ഒരു ആക്ഷനാണ് കാണിച്ചത്. എന്നിട്ട് അവിടെ ആരും അത് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഈ പറയുന്ന ലാലേട്ടനൊന്നും അത് ചോദിച്ചത് പോലുമില്ല. അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റി ഇന്ന് ലൈവില് അഖിൽമാരാർ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. കിറ്റ് ചെയ്ത് പോയ സമയത്ത് ഭയങ്കരമായ പ്രശ്നമുണ്ടായ സമയത്ത് ഇതേ കാര്യം ശോഭ ചെയ്തതാണ്. ശോഭ ചെയ്ത സമയത്ത് ഞാൻ അതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഈ തരം ആക്ഷനെ തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും എതിർക്കാനൊന്നും പോകത്തില്ല. കാരണം ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണ്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ തെറി വിളിക്കുന്ന ആളാണ്. അപ്പം തെറി വിളിക്കുന്നത് ഞാൻ എങ്ങനെയാണ് തെറി വിളിച്ച ഇത് പറയുന്നത്? ഇതിനകത്ത് മാരാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാര്യം ഇപ്പൊ പുള്ളിക്കാരൻ തെറി വിളിക്കുന്ന ഒരാളാണ്. പിന്നെ പുള്ളി അത് വലുതായിട്ട് എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ട് സംഭവം ആക്കിയില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ അന്ന് ജാസ്മിനാണ് ഭയങ്കര സംഭവമായിട്ട് എടുത്തു വെച്ച് കാണിച്ചത്. കാരണം ജാസ്മിൻ എന്തോ ഒരു തെറി അതിനകത്ത് കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്നും ആരും അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് എടുത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ മാരാറിന്റെ കേസ് തന്നെയല്ല, ഈ സീസൺ 4 കാര്യം നിങ്ങൾ എടുക്കണം. അതിനകത്ത് ഈ കോർട്ട് റൂമിലെ ഒരു സംഭവമുണ്ട്. ഈ കോർട്ട് റൂമിന്റെ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് റോബിൻ ഇതുപോലെ മിഡിൽ ഫിംഗർ പൊക്കിയിട്ടാണ് കാണിച്ചുകൊണ്ട് പോണത്, ഈ പറയുന്ന റിയാസിനെയൊക്കെ. അതേപോലെ തന്നെ റെനീഷ എടുത്ത് നാദ്ര കാണിച്ചൊരു സംഭവം പറയുന്നുണ്ട്. അതുപോലെ കുറേ ഇൻസിഡൻസ് ഉണ്ട്. ഇതൊന്നും ആരും എടുത്ത് വെച്ച് സംസാരിക്കാത്തതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല? അന്ന് ഇതൊരു വലിയ സംഭവമായിട്ട് ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇത് മാത്രം അവർ പൊക്കി പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട്. കാര്യം മെയിനായിട്ട് എന്തുവാ, സിബിന്റെ ഗെയിം ഒന്ന് ഡൗൺ ആക്കുക. സിബിനെ ഒന്ന് നൈസായിട്ടൊന്ന് എടുത്ത് കുടഞ്ഞിട്ട് സിബിനെ എടുത്ത് പവർ ടീമിൽ നിന്ന് എടുത്ത് നൈസായിട്ട് റിമൂവ് ചെയ്ത്, എന്നിട്ട് എന്തുവാ ആ സ്ഥാനത്ത് ഗബ്രിയെ കയറ്റിക്കൊണ്ട് വന്നത്. കാര്യം ഗബ്രി നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താവും, 100% പുറത്തു പോകുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അത് അവർ വ്യക്തമായിട്ട് അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. ആ രീതിയിലോട്ടാണ് നടന്നത്. അപ്പൊ അതിനകത്ത് സിബിൻ അവർ ഉദ്ദേശിച്ചതുപോലെ സിബിൻ ഇത്രയും മെന്റലി ഡൗൺ ആവുമെന്ന് അവർ ചിലപ്പോൾ വിചാരിച്ചു കാണത്തില്ല. അവർ പ്രതീക്ഷിക്കാതെയാണ് സിബിൻ ഇങ്ങനെ ഒരു സംഭവമായി പോയത്. അതുകൊണ്ടാണ് സിബിൻ ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റിന്റെ സഹായമൊക്കെ തേടേണ്ടി വന്നത്. പക്ഷേ ആ സിബിൻ ക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ലൈഫിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും ഈ ഒരു കാര്യം ഇത്രയും മെന്റൽ സ്റ്റേറ്റ് ഒന്നും അവന്റെ നിലവിൽ ഒട്ടും ഓക്കെ അല്ല. പക്ഷെ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഇതാണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം എന്തായാലും ഇതിന് വേണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ഈ ഷോയ്ക്കകത്തോട്ട് വരല്ല. കയറി ചെന്നിട്ട് എനിക്ക് ക്യൂട്ട് ചെയ്യണം എന്ന് ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. എനിക്ക് ഈ ഒരു കാര്യത്തിൽ അതിനകത്ത് ഇപ്പം മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതാണ്. എന്തായാലും ഈ ഒരു ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒരു കോംബോ കാരണം എന്തെല്ലാം വിഷയങ്ങളാണ് ഇതിനകത്ത് സൈഡിൽ കൂടെ ഉണ്ടാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഇന്നിട്ടിരുന്ന പ്രൊമോയ്ക്കകത്ത് ജാസ്മിനെ അതിനകത്ത് കാണിക്കുന്നില്ലായിരുന്നു. ജാസ്മിനെ അതിനകത്ത് കാണിക്കുന്നില്ലെന്ന് കുറെ ഏഷ്യാനെറ്റിന്റെ താഴെ കമന്റ്സുകളുണ്ട്. ജാസ്മിൻ എന്താ പറ്റുന്നത്, എന്തെങ്കിലും മെഡിക്കൽ റൂമിൽ വല്ലതും പോയതായിരിക്കാം. അവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ അവിടെ സർവൈവ് ആവാനായിട്ട് തന്നെ ഭയങ്കര പാടാണ്. എല്ലാവർക്കും ഓരോരോ ഇഷ്യൂസ് ആണ്. ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ മെന്റലി ഡൗൺ ആവും. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ആ ഷോയിൽ പോകേണ്ടത്. പിന്നെ സിബിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ
സിബിൻ അത്യാവശ്യം ആദ്യമേ ചെന്ന് പറഞ്ഞു കൺഫെഷൻ റൂമിൽ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയി സംസാരിച്ചു. പിന്നെയും വീണ്ടും ഇതുപോലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ഈ ഒരു ഷോയിൽ വരുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് വരേണ്ടത്. അല്ല പോയിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് ഇറങ്ങി പോകാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് നശിപ്പിച്ചു കളയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ ചെയ്ത് കഴിഞ്ഞ്. കാര്യം ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർ കിട്ടിയത് പോകണം ഈ ഷോയ്ക്കകത്തുനിന്ന്. ഈ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അവിടെ ചെന്നിട്ട് ലാലേട്ടനും ഈ പറയുന്ന രീതിയിൽ രണ്ട് വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞും ഇത് കാണിച്ചതിന്റെ പേരിൽ ഷോ കിട്ടിയത് പോകുന്നതിനകത്തോട്ട് എനിക്ക് അതിനകത്ത് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നിന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, അല്ല ഗ്രൂപ്പായിട്ട് തന്നെ കളിക്കണമെന്ന് നിയമമൊന്നുമില്ല. സിബിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്, കൂടുതലുള്ളതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ഒരു പ്ലെയർ ആണ്. വെറുതെ ഒരു ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന് നശിപ്പിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ കിട്ടിയത് പോയി കഴിഞ്ഞാൽ. ഇന്നലെ റെയ്സാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. റെയ്സാറിന്റെ വീഡിയോക്കകത്ത് കുറേ പോയിന്റ്സ് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ജിൻഡോയുടെ വിഷയങ്ങൾ, ഈ ജബ്രി കോംബോ എല്ലാം സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ജിൻഡോ ഈ ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് നന്നായിട്ട് തന്നെ പ്രവർത്തിച്ച് തുടങ്ങിയതായിരുന്നു. പക്ഷേ ജിൻഡോയെ ക്യാപ്റ്റന് പുല്ല് വില കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കാണിച്ച ജാസ്മിൻ, ഗബ്രി, നോറ, റസ്മിൻ, ഈ 4 എണ്ണം. റസ്മിൻ്റെ കാര്യം ആദ്യം എടുക്കുക. രണ്ടുപേരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടുള്ള പ്രൊഫഷണൽ ജലസാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി അതല്ല. ഇവർ 5 പേർ, ഈ 4 പേരെ പ്ലസ് ജിൻഡോ. റസ്മിൻ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതി, ഫെമിനിസം നല്ല കാര്യമാണ്, ഞാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് വക്രബുദ്ധിയിലുള്ള ഒരു കഥാപാത്രം. ഈ കഥാപാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും അവർ ചെയ്യുന്നത് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ഏതറ്റവും പോകും. അവർ തെറ്റ് ചെയ്താൽ ശരിയെന്ന് സ്ഥാപിച്ചെടുക്കും, പക്ഷേ തെറ്റ് ചെയ്താൽ സമ്മതിക്കില്ല. വളരെ കറക്റ്റ് കാര്യമാണ്. കാര്യം ജിൻഡോയുടെ ക്യാപ്റ്റൻസിനെ പറ്റിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അത് വെറും വൃത്തികെട്ട ക്യാപ്റ്റൻസി ആണെന്നല്ല. പിന്നെ അതേപോലെ റസ്മിന്റെ ക്യാരക്ടർ, റസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷോയിൽ ഒരു കോമണർ എന്ന് പറയുന്ന രീതിയിൽ കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഗോപിക കയറിയിട്ട് എന്തുമാത്രം ഹെയ്റ്റ് സമ്പാദിച്ചിട്ട് ഇറങ്ങിയതാണെന്ന് നമ്മൾ കണ്ടതാണ്. ഇത് അതിന്റെ 12 ആയിക്കൊണ്ട് വരുവാണ് ഈ റസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എന്തൊരു സ്വഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ നോറയുടെ കാര്യവും ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ നോറയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ. എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം. ഒളിച്ചും പാത്തും ഇന്ന് ആ പാൽപ്പേട അല്ലെങ്കിൽ കറി കൊണ്ടുവന്ന് നോറയ്ക്ക് ജയിലിൽ കൊണ്ടുവന്ന് കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പം നോറയുടെ വായിൽ നിന്നൊരു വാക്ക് വീഴുന്നുണ്ട്, പ്രൊട്ടക്ടർ. ആരെ? റസ്മിനെ പ്രൊട്ടക്ടർ എന്ന നിലയിൽ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ റസ്മിൻ തെറ്റ് ചെയ്താലും നോറ അത് പറയില്ല. നോറയ്ക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ജിൻഡോ. ഇനിയാണ് ഏറ്റവും വലിയ രസം. അവിടെ ഹൈജീൻ്റെ കാര്യം പറഞ്ഞു, ചെരുപ്പിടില്ല, അത് എൻ്റെ കംഫർട്ടാണെന്നാണ്. എല്ലാം അവരവർക്ക് തോന്നുന്നതാണ്. ജാസ്മിൻ എന്തുകൊണ്ടാണ് ജിൻഡോയുടെ ക്യാപ്റ്റൻസി അംഗീകരിക്കാത്തത്? ജാസ്മിൻ്റെ ക്യാപ്റ്റൻസി പൊളിഞ്ഞുപോയി. അപ്പോൾ അതിന് തിരിച്ച് പകരം വീട്ടുക. അപ്പോൾ ആ ഷോ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നവർക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കാര്യം എപ്പോഴും അതിനകത്ത് വന്നിരുന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഓഡിയൻസിന്റെ പൾസ് പ്രകാരമാണ് ഇപ്പം ഞങ്ങൾ ഓരോ സംസാരിക്കുന്നതെന്നൊക്കെ. മെജോറിറ്റി ഓഡിയൻസിന്റെ അഭിപ്രായങ്ങളാണ് അതിനകത്ത് ആ ഷോയിൽ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന സിബിനൊന്നും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇതിപ്പം കംപ്ലീറ്റ്ലി ഷോയുടെ മണ്ടയിലാണ്. കാര്യം ഷോ അന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ കാണിച്ചതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് സിബിനെ പോലൊരു കണ്ടസ്റ്റന്റ് ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാരണം. കാര്യം ഇത്രയും നല്ലൊരു കണ്ടസ്റ്റന്റ് അങ്ങനെ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെയാണ് അതിന്റെ റീസൺ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ പറയണത്, അങ്ങനെ പുറത്ത് പോകാനായിട്ട് അങ്ങനെ ചാൻസ് ഇല്ല. അഥവാ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലെ കുഴപ്പം തന്നെയാണ്. ഇനി അതുപോലൊരു കണ്ടസ്റ്റന്റ് റീപ്ലേസ് ചെയ്യാനും പാടാണ്. ഏകദേശം 50 ദിവസം ആവാറായിട്ടുണ്ട്. എന്തായാലും ഷോയെ പറ്റി ഭയങ്കര അഭിപ്രായം തന്നെ കേട്ടോ. കാര്യം മറ്റേ ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തേജസ് ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഷോയെ പറ്റി വളരെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് ആൾക്കാർ മുഴുവനും സംസാരിക്കുന്നത്. എന്തായാലും അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ ജബ്രയിലും ജാസ്മിനും, സത്യത്തില് ഈ ജാസ്മിൻ യഥാർത്ഥത്തില് ഈ ഏഷ്യനെറ്റിലും ഉള്ളൊരു കാലം മുഴുവനും ജീവിക്കാനാണോ? നല്ലല്ലോ. സമൂഹത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ലൈഫിനെ ഒരുപാട് ഇത് ബാധിക്കുന്ന തരത്തിലുള്ള ക്ലിപ്പിംഗ്സ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തോ ഇതിനകത്തൊരു ലെറ്റർ ഒക്കെ എഴുതി ഇങ്ങനെ കൊടുക്കും, എന്തോ നല്ലതോ ചീത്തയോ അത് പിന്നെ ബിഗ് ബോസ് ആ ലെറ്റർ കാണിക്കണം. ഇതെന്തായാലും ആൾക്കാരുടെ അഭിപ്രായമാണ്. ഈ അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് വേണം അവിടെ പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കാൻ. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് കേൾക്കുന്നില്ല. ഇതിപ്പോ നിങ്ങളുടെയൊക്കെ ഒരു രീതി, നിങ്ങളതായിട്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ രീതിയിലോട്ടാണ് ഇപ്പൊ ആ ഷോയുടെ രീതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.